നമസ്കാരം, ന്യൂസ് കേരള ടുഡേയിലേക്ക് സ്വാഗതം. പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ചു ചേർത്ത സുരക്ഷാ കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ ചേർന്ന മന്ത്രിസഭാ സമിതിയുടെ യോഗത്തിൽ പാകിസ്ഥാനെതിരെ സൈനിക നടപടി സ്വീകരിക്കുന്നതും ചർച്ചാ വിഷയമായി. 2.5 മണിക്കൂറോളം നീണ്ടുനിന്ന യോഗം സ്ഥിതിഗതികൾ വിശദമായി ചർച്ച ചെയ്തിരുന്നു. രാജ്യത്തെ തലകുനിക്കാൻ അനുവദിക്കില്ലെന്ന ദൃഢനിശ്ചയത്തോടെയായിരുന്നു യോഗം പൂർത്തിയാക്കിയത്. ഭീകരരെ പിന്തുണയ്ക്കുന്നതിനെതിരെ സൈനിക നടപടി സ്വീകരിക്കുന്നത് യോഗത്തിൽ ചർച്ചയായെങ്കിലും തൽക്കാലം പാകിസ്ഥാനെതിരെ നയതന്ത്രപരവും തന്ത്രപരവുമായ നിലപാട് കർശനമാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. കടുത്ത നടപടികളിലൂടെ നയതന്ത്ര തലത്തിലടക്കം പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നു. പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാർ അവസാനിപ്പിച്ചു. പാകിസ്ഥാൻ പൗരന്മാർക്ക് വിസ നൽകുന്നത് നിർത്തിവെക്കുകയും ചെയ്തു. വാഗ അട്ടാരി അതിർത്തി ഉടൻ അടയ്ക്കാനും യോഗം തീരുമാനമെടുത്തിട്ടുണ്ട്. ഇസ്ലാമാബാദിൽ നിന്നും നയതന്ത്രജ്ഞരെ തിരിച്ചു വിളിക്കാനും തീരുമാനമായി. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ പാകിസ്ഥാൻ വിശ്വസനീയമായ തരത്തിൽ ഉപേക്ഷിക്കുന്നത് വരെ 1960 സിന്ധു നദീജല ഉടമ്പടി നിർത്തിവെക്കുമെന്നും ഈ തീരുമാനം ഉടനടി പ്രാബല്യത്തിൽ വരുമെന്നും സുരക്ഷാ കാര്യങ്ങളടക്കമുള്ള മന്ത്രിസഭാ സമിതി യോഗത്തിനു ശേഷം വിദേശകാര്യമന്ത്രി വിക്രം മിശ്രി മാധ്യമങ്ങളെ അറിയിച്ചു. മന്ത്രിസഭാ സമിതി യോഗത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത് ഷാ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി എന്നിവരാണ് പങ്കെടുത്തത്. യോഗത്തിന് തുടക്കമായത് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയുടെ വിശദീകരണത്തോടെയാണ്. അതിന് പിന്നാലെ കാശ്മീർ സന്ദർശനത്തിന് ശേഷം മടങ്ങിയെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ സ്ഥലത്തെ സ്ഥിതിഗതികൾ പ്രധാനമന്ത്രിയോട് വിശദീകരിച്ചിരുന്നു. തുടർന്നാണ് ഭീകരാക്രമണത്തിന് ഏതു തരത്തിൽ തിരിച്ചടി നൽകണമെന്നുള്ള കാര്യം യോഗത്തിൽ ചർച്ചയായത്. ഇതുകൂടാതെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷാ സ്ഥിതിയും യോഗം വിലയിരുത്തിയിട്ടുണ്ട്. സൈന്യത്തിന് അതീവ ജാഗ്രത നിർദ്ദേശവും നൽകി. പാകിസ്ഥാൻ ഭീകരതയെ പിന്തുണയ്ക്കുന്നത് അന്താരാഷ്ട്ര വേദികളിൽ ഉയർത്തിക്കാട്ടാനും മന്ത്രിസഭാ സമിതി തീരുമാനിച്ചു. മന്ത്രിസഭാ സമിതി യോഗത്തിനു ശേഷം ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രധാനമന്ത്രിയെ ഒറ്റയ്ക്ക് കണ്ട് സ്വകാര്യ ചർച്ചയും നടത്തിയിരുന്നു. ആക്രമണവുമായി ബന്ധപ്പെട്ട നിർണായകവും അതീവ രഹസ്യാനുഭവം ഉള്ളതുമായ വിവരം കൈമാറിയിട്ടുള്ളതായി സൂചനയുണ്ട്. പാകിസ്ഥാനെതിരെ സ്വീകരിച്ചിട്ടുള്ള നയതന്ത്ര തലത്തിലുള്ള കടുത്ത നടപടികൾ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളെ അറിയിക്കുന്നതിനും അടുത്തഘട്ട നടപടികളെക്കുറിച്ച് സമവായം ഉണ്ടാക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്.